ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഒരു ബർഗറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അഡാർ ബർഗർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് വേണ്ടി നമുക്ക് ഉരുളക്കിഴങ്ങ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ് ഞാൻ. പിന്നെ എൻ്റെ ഐഷക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നുള്ള സൗണ്ട് ഉണ്ടാക്കും. അതാണ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നത്. നമുക്കിത് ഫുൾ ഇതുപോലെ അതിൻ്റെ ശേഷം നമുക്കിത് കോൺഫ്ലോറിലിട്ടൊന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ട് ചെയ്തെടുക്കാം. അത് ഫുള്ള് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ട് കോൺഫ്ലോറിലിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായാൽ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഫുള്ള് ഇതുപോലെ പൊരിച്ചെടുക്കാം. പിന്നെ ഇതൊരു മസ്റ്റ് ട്രൈ ആയ ബർഗറാണ്. കാരണം അടിപൊളി സൗദി സ്റ്റൈലിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ, മസ്റ്റ് ട്രൈ ആണ്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിത് ഫുൾ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊക്കെ ഫ്രൈഡ് റൈസ് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി. ഞാനിത് ഫുള്ള് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് കുക്കുമ്പർ ഇതുപോലെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഞാനിത് ഫുള്ള് ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. നമുക്കിത് ഫുള്ള് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഫുള്ള് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ സ്ലൈസായിട്ട് തീരെ കട്ടി കുറച്ചിട്ട് ഫുൾ അരിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പൊരിച്ച ആ ഒരു ചട്ടിയിൽ തന്നെ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ബർഗർ ഫുള്ള് പൊരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഫുള്ള് അതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഞാനിത് നെസ്റ്റോന്ന് വാങ്ങിയ ബർഗറാണ്. ഇവിടെ പട്ടാമ്പി നെസ്റ്റോന്ന് വാങ്ങിയതാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് ഫുള്ള് ഇവിടെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ പൊരിച്ചെടുത്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബർഗർ, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കുക്കുംബറും ടൊമാറ്റോയും, നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ച് വെച്ചതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീസ് ഉണ്ട്, സ്ലൈസ് ചീസാണിത്. പിന്നെ നമ്മുടെ ബർഗർ ബന്ന്, ഇതും ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയതാണ്. നെസ്റ്റോൻ്റെ പ്രൊഡക്റ്റാണിത്. ഇനി നമുക്ക് സോസ്, അങ്ങനെ നമ്മളിതൊക്കെ ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് റെഡിയാക്കുക. പിന്നെ ഇതിനകത്ത് മയോണൈസ് ചേർക്കും. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ സ്ലൈസ് ചീസ് ഉള്ളതുകൊണ്ട് അത് ചേർക്കുന്നില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് ബെന്നിൻ്റെ അതുപോലെ ഫുള്ളാകൊണ്ട് മുറിച്ചെടുത്ത് കൊടുക്കാം. നമ്മൾ ആ ബർഗർ വെച്ച് കൊടുക്കുക. ബർഗറിൻ്റെ മേലെ നമുക്ക് നമ്മൾ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ സ്ലൈസ് ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കുംബർ വെച്ച് കൊടുക്കാം. ആ കുക്കുംബർ ഫുൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം, 4 എണ്ണം. പിന്നെ ഒരു തക്കാളിയുടെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രം ഞാൻ മേലെയാണ് സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം മേലുള്ള ബെന്നിൽ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാനാണ് അടുത്ത പ്രോസസ്സ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഓള് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അടിപൊളിയാണ്.